ഹലോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോഴത്തേക്ക് അമ്പലത്തിൽ പോയി ഇറങ്ങിയത്. മോൻ്റെ നാളായിരുന്നു അപ്പോഴാണ് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ വണ്ടി എടുക്കുന്ന തിരക്കിൽ നോക്കുകയാണ് കേട്ടോ. വാവ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ അണ്ണൻ പോയി വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് നമ്മുടെ തന്നെ നിന്നു. അങ്ങനെ വന്ന് നമ്മൾ അമ്പലത്തിൽ പോയി. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇടയ്ക്കുള്ള അങ്ങനെ അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് ഞങ്ങൾ പായസം കിട്ടി. പിന്നെ നടയും അടച്ചു പോയി. മോന് ചരട് ജപിച്ചായിരുന്നു, അപ്പോൾ അത് മേടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് രണ്ടാമത് നട തുറന്നപ്പോൾ കയറി. മോൻ്റെ ചരട് ജപിച്ചത് അച്ഛൻ പോയി മേടിച്ചു. ഞാനും മോനും കൂടെ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ പോയി അതൊക്കെ കഴിച്ചിട്ട് പോയി രണ്ടാമത് അമ്പലത്തിലേക്ക് കയറി കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അമ്പലമല്ലേ, ചിലപ്പോൾ എടുക്കാൻ വഴക്ക് പറഞ്ഞാലും അതുകൊണ്ട് എടുത്തിട്ടില്ല. ബാക്കി പിന്നെ തൊഴുത് എല്ലാമൊക്കെ മേടിച്ച് നമ്മൾ പുറത്തിറങ്ങി. മോന് തൊഴിച്ച് പുറത്തിറങ്ങി നമ്മൾ വരാനുള്ള ഒരുക്കത്തിൽ നിൽക്കുന്നു. പക്ഷേ അപ്പൂപ്പനെ കണ്ടപ്പോൾ കിടന്നങ്ങ് എന്നെ മാന്തി പറിക്കി എടുക്കാനായിട്ട്, അപ്പൂപ്പ എടുക്കാനായിട്ട്. അപ്പം ഉണ്ടെങ്കിൽ അപ്പൂപ്പൻ മതി. വണ്ടി ബസ്സുകളൊക്കെ അവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ആ സ്ഥലമുണ്ടല്ലോ കിടക്കുന്നത് ബസ്സാണ്. പക്ഷേ ബാക്ക് ക്യാമറയാണ് കേട്ടോ. ക്യാമറയിൽ അങ്ങനെ കാണുന്നുണ്ട്. ഒരു സോപ്പും വേറൊരു കളറും കൂടെ ഒക്കെ കാണുന്നുണ്ട്. ബാക്ക് ക്യാമറ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചാണ് എല്ലാം എടുക്കുന്നത്. അങ്ങനെ കുടുംബം അങ്ങനെ നമ്മൾ വിചാരിച്ചമ്പലത്തിൽ അവിടെ തിരിച്ചു പോണ വഴിയാണ് കേട്ടോ. അപ്പൂപ്പനെ കയ്യിൽ മുന്നോട്ട് കൊടുക്കുന്ന കടിയായിരുന്നു. അപ്പോൾ പോയത് ചെയ്യാവുന്നത് പിന്നെ ഞങ്ങളവിടെ എത്തി. പിന്നെ സെറ്റാറായിരുന്നു. ബസ്സിൻ്റെ ബ്രേക്ക് ക്യാമറയാണ് കേട്ടോ. എന്തോ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇന്നലെ മുതലാണ് എന്തൊരു ഉണ്ട്. അപ്പോൾ കണ്ട വീട്ടിൽ എത്തിയപ്പോൾ ഒരു വ്യക്തി വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൂപ്പനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയെങ്കിലും വലിച്ചെടുത്തതാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്.